ഇസ്രായേൽ ഇറാൻ സംഘർഷം ദിനംപ്രതി കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും ഒരു രഹസ്യ ആയുധത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ബ്ലൂ സ്പാരോ മിസൈൽ ശബ്ദത്തിന്റെ പല മടങ്ങ് വേഗത്തിൽ അന്തരീക്ഷത്തിന്റെ മുകളിലായി കുതിച്ചുയർന്ന് പിന്നീട് ലംബമായ ലക്ഷ്യത്തിലേക്ക് പതിക്കാൻ കഴിയുന്ന ഈ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പ്രതിരോധ വിദഗ്ധർ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. യുദ്ധത്തിന്റെ തീവ്രത കൂടുമ്പോൾ ഇസ്രായേൽ അവരുടെ ആയുധപ്പുരയിലെ ഈ സാങ്കേതിക ശക്തി വീണ്ടും വിനിയോഗിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പടിഞ്ഞാറൻ ഏഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സുരക്ഷാ ചർച്ചകളെയും ആവേശത്തിലാഴ്ത്തുന്നത്. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു മിസൈൽ ആക്രമണത്തിനാണ് കഴിഞ്ഞ ഫെബ്രുവരി 28-ന് പടിഞ്ഞാറൻ ഏഷ്യ സാക്ഷ്യം വഹിച്ചത്. ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ ബഹിരാകാശത്തിന്റെ അരികിൽ നിന്ന് ശബ്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ ഒരു ലോഹ ഭീമൻ താഴേക്ക് പതിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ തൊടുത്തുവിട്ട ആ ബ്ലൂ സ്പാരോ മിസൈൽ ലക്ഷ്യം കണ്ടതോടെ ഇറാൻ എന്ന സാമ്രാജ്യത്തിന്റെ നെടുന്തൂൺ തന്നെയാണ് അന്ന് തകർന്നു വീണത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന രഹസ്യ സൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ ലോകത്തിന് കാട്ടിക്കൊടുത്തത് തങ്ങളുടെ ആയുധപ്പുരയിലെ ഏറ്റവും മാരകമായ ആ രഹസ്യായുധമായിരുന്നു. ഇന്ന് യുദ്ധം ഒരാഴ്ച പിന്നിട്ട് 12-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. ഈ രക്തരൂഷിതമായ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ഇസ്രായേൽ വീണ്ടും ഒരു ബ്ലൂ സ്പാരോ മിസൈൽ വിക്ഷേപിക്കുമോ? പടിഞ്ഞാറൻ ഏഷ്യയിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്ന പ്രതിരോധ വിദഗ്ധർ പോലും ഈ ചോദ്യത്തിന് മുൻപിൽ ശ്വാസം അടക്കി നിൽക്കുകയാണ്. ബ്ലൂ സ്പാരോ എന്ന മിസൈലിന്റെ പ്രത്യേകതകൾ കേട്ടാൽ ഏതൊരു രാജ്യവും ഒന്ന് ഭയപ്പെടും. 6.51 മീറ്റർ നീളവും 1900 കിലോഗ്രാം ഭാരവുമുള്ള ഈ ആയുധം ഇസ്രായേലിന്റെ സാങ്കേതിക തികവിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഏകദേശം 2000 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ സത്യത്തിൽ ഇസ്രായേലിന്റെ ആരോ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യക്ഷമത പരിശോധിക്കാൻ ശത്രു മിസൈലുകളെ അനുകരിക്കാനാണ് ആദ്യം നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് അതൊരു കൊലയാളി മിസൈലായി മാറിയിരിക്കുന്നു. സാധാരണ മിസൈലുകളെ പോലെയല്ല ഇതിന്റെ സഞ്ചാരം. ഒരു കോസി ബാലിസ്റ്റിക് പാതയിലൂടെ കുതിച്ചു പായുന്ന ബ്ലൂ സ്പാരോയെ കണ്ടെത്തുക എന്നത് നിലവിലുള്ള ഏതൊരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും അസാധ്യമാണ്. ഇറാന്റെ അത്യാധുനിക റഡാറുകളെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത് ഖമേനിയുടെ താവളത്തിലേക്ക് ഇടിമിന്നൽ പോലെ പതിച്ചത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ വെറും 12 മണിക്കൂറിനുള്ളിൽ 900 ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ ഇറാനെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഇറാൻ അത്ര പെട്ടെന്ന് കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. 100 കണക്കിന് മിസൈലുകളും 1000 ഡ്രോണുകളും വിക്ഷേപിച്ചുകൊണ്ട് അവർ ശക്തമായി തിരിച്ചടിച്ചു. മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. യുദ്ധം ഇപ്പോൾ അതീവ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ ശേഷിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തകർക്കാൻ ഇസ്രായേൽ തങ്ങളുടെ വറ്റാത്ത ആയുധപ്പുരയിൽ നിന്ന് കൂടുതൽ നൂതനമായ മിസൈലുകൾ പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ബ്ലൂ സ്പാരോ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. മുകളിലെ അന്തരീക്ഷത്തിൽ നിന്ന് ലംബമായി താഴേക്ക് പതിക്കുന്ന എന്നതാണ് ബ്ലൂ സ്പാരോയെ ഇത്രയും മാരകമാക്കുന്നത്. ലോകത്തിലെ മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തിരശ്ചീനമായി വരുന്ന ഭീഷണികളെ ട്രാക്ക് ചെയ്യാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ തലയ്ക്ക് മുകളിൽ നിന്ന് ശബ്ദ വേഗതയുടെ പല മടങ്ങിൽ നേരെ താഴേക്ക് വീഴുന്ന ഒന്നിനെ പ്രതിരോധിക്കാൻ ആർക്കും സമയം ലഭിക്കില്ല. ഈ സ്റ്റെൽത്ത് ശേഷി ഉപയോഗിച്ച് ഇറാന്റെ നെഞ്ചകം പിളർത്താൻ ഇസ്രായേലിന് സാധിക്കും. പാസ്റ്റർ സ്ട്രീറ്റ് കോമ്പൗണ്ട് തകർന്നോടെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ആകെ ചിതറിയ അവസ്ഥയിലാണെന്നും പുതിയ കമാൻഡർമാർ ആഴത്തിലുള്ള ഭൂഗർഭ ബാങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. കൂടാതെ ഈ കനത്ത സുരക്ഷയുള്ള ബാങ്കറുകളെ പോലും തുളച്ചു കയറാൻ ബ്ലൂ സ്പാരോയ്ക്ക് അതിന്റെ കൃത്യമായ ആക്രമണ ഡെറിവേറ്റീവ് റോക്കറുകൾക്കോ സാധിക്കുമെന്നത് ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നും ഇസ്രായേൽ വിദഗ്ധർ പറയുന്നു. തുടർച്ചയായ സംഘർഷം ഇതിനകം തന്നെ 1000-ലധികം മനുഷ്യജീവനുകൾ കവർന്നു കഴിഞ്ഞു. ആഗോള വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഭാഗിക ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തളർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് എത്രയും വേഗം ഒരു അന്ത്യം കുറിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. ഇസ്രായേൽ മറ്റൊരു ബ്ലൂ സ്പാരോ വിക്ഷേപിക്കുമോ എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും സഖ്യസേനയ്ക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ ഇസ്രായേൽ വീണ്ടും ഈ ആയുധം വിന്യസിച്ചേക്കാം. മറുവശത്ത് നയതന്ത്ര ചർച്ചകൾ വിജയിച്ചാൽ ഒരുപക്ഷെ ഈ വിനാശകാരിയായ വിക്ഷേപണം ഒഴിവാക്കപ്പെട്ടേക്കാം. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആദ്യ പ്രഹരത്തിൽ ഇറാൻ ഒന്ന് പതറിയെങ്കിലും ഇപ്പോൾ അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്
പടിഞ്ഞാറൻ ഏഷ്യൻ പോരാട്ട ഭൂമിയിൽ നിൽക്കുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടെങ്കിലും ആ പക വീട്ടാൻ ഇറാൻ സൈന്യം ആയുധങ്ങളുമായി കാത്തിരിക്കുകയാണ്. ഇസ്രായേൽ പുതിയൊരു ബ്ലൂ സ്പാരോ തൊടുത്തുവിടാൻ തയ്യാറെടുക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ആയുധപ്പുരയിലെ ഏറ്റവും മാരകമായ പ്രത്യാക്രമണത്തിന് കോപ്പുകൂട്ടുന്നു. ഇനി ആരുടെ തന്ത്രമായിരിക്കും വിജയിക്കുക? ഇസ്രായേൽ വീണ്ടും ഒരു ബ്ലൂ സ്പാരോ വിക്ഷേപിച്ചാൽ ഇറാൻ അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക?